രാജ്യാന്തര പുസ്തകോത്സവം തിരുവനന്തപുരത്ത് തുടരുന്നു. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയിൽ PK കൃഷ്ണദാസ്, MV ഗോവിന്ദൻ, രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുത്തു. പുസ്തക പ്രകാശനവും പാനൽ ചർച്ചയുമൊക്കെയായി തിരുവനന്തപുരത്ത് നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവം തുടരുകയാണ്. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പാനൽ ചർച്ച. ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നതിനോട് വിയോജിപ്പില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ മാറ്റം വരുത്തിയാൽ ഇന്നത്തേക്കാൾ ജനാധിപത്യമായിരിക്കണം ഭരണഘടന. ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നതിനെതിരെയായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദം. നൂറുകണക്കിന് ഭരണഘടനാ ഭേദഗതികളാണ് കോൺഗ്രസ് നടത്തിയതെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് തിരിച്ചടിച്ചു. കുറ്റമറ്റതാണെങ്കിൽ ഇത്രത്തോളം മാറ്റം വരുത്തിയത് എന്തിനെന്നും കൃഷ്ണദാസിന്റെ മറുചോദ്യം. അതോടൊപ്പം പാനൽ ചർച്ചയിൽ സാമ്പത്തിക അസമത്വം ചൂണ്ടിക്കാട്ടിയ ഇടത് വലത് മുന്നണി നേതാക്കൾക്ക് മുന്നിൽ RBI കണക്ക് നിരത്തി PK കൃഷ്ണദാസ് മറുപടി നൽകി. RBIയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 2013-14 അതുവരെ UPA ഭരിക്കുന്ന ആ സമയത്ത് ദാരിദ്ര്യരേഖ താഴെയുള്ളവരുടെ എണ്ണം 30% മൊത്തം ജനസംഖ്യയുടെ. എന്നാൽ ഏറ്റവും ഒടുവിൽ RBIയുടെ കണക്ക് വന്നിട്ടുണ്ട് 2022-23 11% ദാരിദ്ര്യരേഖ താഴെയുള്ളവരുടെ എണ്ണം 11% കുറഞ്ഞു. അതിനർത്ഥം 25 ലക്ഷം പാവപ്പെട്ടവരെ ദാരിദ്ര്യത്തിൽ നിന്നും മുകളിലാക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. 13 വരെ നീളുന്ന പുസ്തകോത്സവത്തിൽ 250-ലധികം സ്റ്റോളുകളിലായി 150-ലധികം പ്രസാധകരാണ് പങ്കെടുക്കുന്നത്. പുസ്തകോത്സവത്തിന്റെ 4ാം ദിനമായ വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ജനം TVയുടെ നേതൃത്വത്തിൽ നൃത്ത സംഗീതരാവും അരങ്ങേറും. ജനം, തിരുവനന്തപുരം.